ഗോമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദൻ ഋഷിയെ കൊന്ന ആ ഒരു സത്യം മാധവനും രാധികയും അറിയാണ് കേട്ടോ. അവരറിഞ്ഞതും മാധവൻ ദേവികയോട് പറയുന്നുണ്ട്, നന്ദമോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മോളെ എങ്ങനെയെങ്കിലും നന്ദമോനെ രക്ഷിക്ക്, ഏതെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു പറയുമ്പം രാധികയും പറയുന്നുണ്ട്, അത് മാധവേട്ടൻ പറഞ്ഞത് നേരാ, നന്ദൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല, എന്തായാലും നന്ദനെ രക്ഷിക്കണ്ടേ മോളെ. ആ സമയം ദേവിക പറയുന്നുണ്ട്, ഇല്ലമ്മേ, നന്ദുവിനെ അങ്ങനെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല, നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. നാളെ എന്തായാലും നന്ദുവിനെ സ്റ്റേഷനിൽ ഹാജരാക്കും. അങ്ങനെ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ജയിലിലേക്ക് വിടൂലേന്ന് ചോദിക്കുമ്പം അങ്ങനെ പെട്ടെന്നൊന്നും ജയിലിലേക്ക് വിടൂല, എന്തായാലും സ്റ്റേഷനിൽ നിന്ന് അവർ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കോടതിയെ നന്ദുവിനെ റിമാൻഡ് ചെയ്യുള്ളൂ. പിന്നീടാണ് കേസിൻ്റെ അന്വേഷണവും തെളിവെടുപ്പൊക്കെ വന്നേന്ന്. ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, എന്തായാലും കൊലക്കുറ്റം ആയതുകൊണ്ട് തന്നെ നന്ദൻ ജയിലിൽ പോകേണ്ട വരില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം മാധവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് രാധിക ഈ പറയണത്, നന്ദമോനെ ജയിലിലേക്ക് വിടാനോ? ഞാനതിന് ഒരിക്കലും സമ്മതിക്കില്ല, എന്തായാലും മോള് നന്ദമോനെ രക്ഷിക്കാൻ നോക്കുന്നു. അന്നേരം ശാരിക പറയുന്നുണ്ട്, അച്ഛൻ എന്താ വിചാരിച്ചേക്കണേ, നന്ദേട്ടൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കുറ്റമൊന്നുമല്ല, ഒരാളെ കൊല്ലുകയോ ചെയ്തേക്കണേ, അതും നന്ദേട്ടൻ സമ്മതിക്കുകയും ചെയ്തു. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, അതിന് നന്ദൻ പോലീസ് സ്റ്റേഷനിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളോടല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിന് ഈ സ്റ്റേഷനിൽ അറിയിക്കാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പം തന്നെ ആ സംഭവം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായില്ലേ, ഇന്ന് വരെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, പ്രശ്നമൊക്കെ ഉണ്ടമ്മേ, എന്തായാലും അരുന്ധതി മേഡം കഴിഞ്ഞ ദിവസം വീട്ടിലൊന്ന് പ്രശ്നം ഉണ്ടാക്കി, പിന്നെ ഈ സത്യങ്ങൾ കെവിനും ഇസബല്ലയ്ക്കൊക്കെ അറിയാമെന്നാണ് ഞങ്ങൾക്ക് തോന്നണത്, എന്തായാലും നന്ദു അതൊന്നും ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഹരിയങ്കളാണെങ്കിൽ ഇന്ന് രാവിലെ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഋഷി കൊല്ലപ്പെട്ടു എന്നും അത് കൊന്നത് നന്ദു ആണെന്നും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നും പറഞ്ഞു. ആ സമയത്ത് മാധവൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അരുന്ധതി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതാ അച്ഛാ എനിക്കും അത്ഭുതം, ഹരിയങ്കൾ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അരുന്ധതി മേഡം കരയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല, അരുന്ധതി മേഡത്തിൻ്റെ മുഖത്ത് ഭയം മാത്രമാണ് കണ്ടതെന്നാണ് ഹരിയങ്കൾ പറഞ്ഞത്. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, അതെന്തായിരിക്കുമോ ചേച്ചി അങ്ങനെ, സ്വന്തം മകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊരമ്മയും സമനില തെറ്റി കരയില്ലേ, അവരെന്താ അങ്ങനെ കരയാതിരുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നും മനസ്സിലാവണില്ല ശാരി, എന്തായാലും ഹരിയങ്കൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങൾ നന്ദു ഒളിപ്പിക്കുന്നുണ്ടെന്നാൽ അത് അധികം വൈകാതെ തന്നെ കണ്ടെത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഹരിയങ്കൾ വേറൊരു വാക്കും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, നന്ദൻ ഒരിക്കലും ജയിലിലേക്കൊന്നും പോകേണ്ട വരില്ല, അതിനു മുമ്പായിട്ട് തന്നെ ഇതിനെല്ലാം ഒരു പരിഹാരം കാണുമെന്ന്, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട്, എന്തായാലും നന്ദുവേട്ടൻ കൊന്നൂന്ന് അരുന്ധതി മേഡം അറിഞ്ഞില്ലേ, പിന്നെ എന്ത് പരിഹാരമാണ് ഹരിസാർ ഉദ്ദേശിക്കണമെന്ന് വയ്ക്കുമ്പം അതല്ലേ ശാരി ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്തായാലും നാളെ നന്ദുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കിയാൽ ആ കാര്യങ്ങളുടെ കിടപ്പൊക്കെ മനസ്സിലാവുള്ളൂ എന്ന്. അന്നേരം മാധവൻ ചോദിക്കുന്നുണ്ട്, മോള് അത് തീരുമാനിച്ചു കഴിഞ്ഞോ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ? ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, അച്ഛനിങ്ങനെ ഓരോന്ന് ചോദിച്ച് ചേച്ചിയെ ബുദ്ധിമുട്ടിക്കല്ലേ, ഇതിപ്പോൾ ചേച്ചിയുടെ തീരുമാനമൊന്നുമല്ല, ഹരിയങ്കളും സിദ്ധാർത്ഥൻ സാറും എല്ലാവരും ചേർന്നുള്ള തീരുമാനം, അതിന് ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പം മാധവൻ പറയുന്നുണ്ട്, നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാതിരുന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരൂലേ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, അതെങ്ങനെ തീരാനാ അച്ഛാ, എന്തായാലും ഹരിയങ്കൾ സത്യങ്ങളെല്ലാം അരുന്ധതി മേഡത്തോട് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാനേ പറ്റുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഋഷിയോട് സംസാരിച്ചിട്ട് ഋഷിയാണെങ്കിൽ അമ്പിനും ബില്ലിനും എടുക്കാത്തത് കൊണ്ട് തന്നെ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. പിന്നീട് അരുന്ധതിക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഇതിനെല്ലാം പരിഹാരം കാണാൻ CPI കൊണ്ട് പറ്റും, CPI വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് അരുന്ധതി CPക്ക് വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം CP ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കണം. ആ സമയത്ത് ഞാൻ ഓഫീസിലാണ് മേഡം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവിടെ തിരക്കില്ലെങ്കിൽ CP വീട് വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കണം. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഇപ്പോൾ തിരക്കൊന്നുമില്ല മേഡം, ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് വരാമെന്ന്. അങ്ങനെ CP വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞതും അരുന്ധതി ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഋഷിയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും അരുന്ധതി പറയുന്നുണ്ട്, ഋഷി മോനെ, അമ്മ പറയണത് മോൻ കേൾക്ക്, എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാവരെയും അറിയിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും, നീ മാത്രമല്ല ഇസബല്ലയും കെവിനും നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ ഞാനും കുടുങ്ങും, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ചന്ദ്രോത്തി എന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതെല്ലാം വലിയ പ്രശ്നമാവും മോനെ എന്ന് പറയുമ്പോൾ ഋഷിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഋഷി ഞാനൊന്ന് ഇസബല്ലയോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഫോണെടുത്ത് ഇസബല്ലയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇസബല്ല ഋഷിയുടെ കോൾ എടുത്തതും, ഇസബല്ല കാര്യങ്ങളൊക്കെ എന്തായി, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇത്രയും ദിവസം അനുസരിച്ചു, എന്നിട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടു പോകുമല്ലോ എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, ഞാൻ നന്ദനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ചന്ദ്രോത്ത് ചെന്നിരുന്നു, അവിടുന്ന് ആ പ്രഭയാൻ്റെയും അതുപോലെ സിദ്ധാർത്ഥനങ്ങളും ചേർന്ന് എന്നെ തല്ലി ഇറക്കും പോലെ ഇറക്കി വിട്ടു, ഇനി എനിക്ക് ചന്ദ്രോത്തേക്ക് ചെല്ലാൻ പറ്റില്ല എന്ന്. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ
എനിക്കറിയില്ല ഋഷി, ഞാനാണെങ്കിൽ ആകെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുക. മിക്കവാറും ഞാൻ യൂസിന് കയറി പോകുമായിരിക്കുന്നു. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അതെന്ത് പണിയാവല്ല, ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് അത് അവസാനിപ്പിക്കാതെ പകുതിക്കിട്ട് പോണത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. പാപ്പനാണെങ്കിൽ എന്നെ ഇവിടെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക തിരിച്ച് US പോവാൻ പറഞ്ഞ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു വാശിക്ക് ഇവിടെ നിൽക്കണതാ. എന്തായാലും നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാവില്ല. കാര്യങ്ങൾ കൈവിട്ട് പോകാമെന്ന് തോന്നി ആ നിമിഷം ഞാൻ ഫ്ലൈറ്റ് കയറുന്നു. ആ സമയത്ത് ഋഷിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഋഷി പറയുന്നുണ്ട്, എന്നിട്ട് ഇതിനു വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നത്? അപ്പോൾ കെവിനോ എന്ന് ചോദിക്കുമ്പം കെവിൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല, കെവിൻ ഇപ്പോഴേ പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കണേന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രക്ഷയാണ് നോക്കണത്, എന്നെ നിങ്ങൾ ചിന്തിക്കണില്ല, അതുകൊണ്ട് ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഋഷി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീട്ടിലോട്ട് CP വരാണ്. CPയെ കണ്ടതും അരുന്ധതി വേഗം തന്നെ ഇറങ്ങി വന്നിട്ട് CP അകത്തേക്ക് കയറുക, എനിക്കൊരു അത്യാവശ്യ കാര്യം CPയോട് പറയാനുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് CP അകത്ത് കയറി വന്നിട്ട്, മേഡം എന്താ മേഡം ആകെ ടെൻഷനിലാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം മാത്രമേ ഉള്ളൂ CP എന്ന് പറയുന്നു. ആ സമയത്ത് എന്താ മേഡം, എന്താണെങ്കിലും തുറന്ന് പറയാമെന്ന് പറയുമ്പോൾ ഈ അരുന്ധതി ആണെങ്കിൽ നന്ദനെ നാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കാൻ പോകാമെന്നുള്ള ആ ഒരു കാര്യം പറയാണ്. അത് കേട്ടതും CP അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, മേഡത്തോട് ഇതാരാ പറഞ്ഞത്, ശരിക്കുള്ള ന്യൂസാണോ അതോ മേഡത്തെ പറ്റിക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പം അല്ല CP, ആ ജഡ്ജ് ഹരികൃഷ്ണനില്ലേ അയാളെവിടെ വന്ന് പറഞ്ഞത്. പിന്നെ അയാൾ വേറൊരു കാര്യവും കൂടി എന്നോട് പറഞ്ഞു, നന്ദൻ ഋഷിയെ കൊന്നെന്നും ആ കൊലക്കുറ്റം സമ്മതിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഷനിൽ പോയി ഹാജരാകണമെന്നു. ആ സമയത്ത് CP ആണെങ്കിൽ ഞെട്ടി പോകുന്നുണ്ട്, മേഡം ഇതെന്തൊക്കെയാണ് മേഡം പറയണത്, ഋഷിയല്ലേ ഇവിടെ ജീവിച്ചിരിക്കണേ, ഇനി ഋഷിയെ കൊന്നെന്നും പറഞ്ഞ് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ CP ഞാൻ പറയണത്, ഞാൻ ഋഷിയോട് പറഞ്ഞു മടുത്തു, അവനാണെങ്കിൽ ആ ഇസബെല്ലയും കെവിനും പറയണതേ കേൾക്കുള്ളൂ. അന്നേരം CP പറയുന്നുണ്ട്, ഋഷിമോൻ എന്നെ പറ്റിയ, ഋഷിമോൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഋഷിമോൻ എന്തിനാ അവർ പറയണ കേൾക്കണേ, എന്തായാലും ഇതിൽ പെടാൻ പോണത് ഋഷിമോൻ മാത്രമായിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമല്ലോ മേഡം എന്ന് പറയുമ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് CPയെ വിളിച്ചത്. എന്തായാലും അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നന്ദൻ ഋഷിയെ കൊന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഈ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ തീരുമാനിച്ചത്. ഞാൻ വിചാരിച്ചത് അവർ നന്ദൻ ഋഷിയെ കൊന്നു എന്ന് അറിഞ്ഞാലും അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന, പക്ഷേ ദേവികയും സിദ്ധാർത്ഥനും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് CP പറയുന്നുണ്ട്, അങ്ങനെ ആയാൽ വലിയ പ്രശ്നമാവില്ല മേഡം, എന്തായാലും കോടതിയിൽ ഹാജരാക്കി കഴിയുമ്പോൾ റിമാൻഡ് ചെയ്യും, പിന്നെ പോലീസ് നന്ദനെയും കൊണ്ട് തെളിവെടുപ്പിന് ഇറങ്ങൂലേ, ആ സമയത്ത് ഋഷിയുടെ ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും അവരത് മാന്തി നോക്കും, ആ സമയത്ത് അതിൽ ബോഡി ഇല്ലയെന്ന് കാണുമ്പോൾ തന്നെ പ്രശ്നമാവില്ലേ, അതുപോലെ തന്നെ ഋഷി ജയിലിൽ പോണ കേസാണ് ഇതെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എനിക്കതെല്ലാം മനസ്സിലാവും CP, പക്ഷേ ഋഷിയോട് പറഞ്ഞാൽ ഋഷിക്ക് മനസ്സിലാവണ്ടേ, എന്തായാലും ഋഷി അറിയാതെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ദേവികയെ വിളിച്ച് പറഞ്ഞാലോ. ആ സമയത്ത് CP പറയുന്നുണ്ട്, അത് മേഡത്തിൻ്റെ നല്ലൊരു ഐഡിയ, എന്തായാലും ഋഷി തൽക്കാലം കാര്യങ്ങളൊന്നും അറിയണ്ട, ദേവികയെ വിളിച്ച് നമുക്ക് സത്യങ്ങളൊക്കെ പറയാം, സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവിക നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ കൊണ്ടുപോകില്ലല്ലോ, അതോടുകൂടി ആ പ്രശ്നം അവിടെ കെട്ടടങ്ങി പോയിക്കോളൂന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ ദേവികയെ കാണാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മേഡം ദേവികയെ ഒന്ന് വിളിച്ചു നോക്ക്, ദേവിക ഫ്രീ ആണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ദേവിക എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി കണ്ട് സംസാരിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ചന്ദ്രത്തേക്ക് വരാണ്. വന്ന് കയറിയതും ദേവിക പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് അമ്മേ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കണം. ആ സമയത്ത് സിദ്ധു ഇവിടെ ഉണ്ട്, കുളിക്കുക, എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്നല്ലേ നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസം ഹരിയങ്ങളും വന്നിട്ട് അച്ഛനും ഹരിയങ്ങളും കൂടി പോകണമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ മോനെ ജയിലിലേക്ക് വിടാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറയണത്, അമ്മയ്ക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല എന്ന് ചോദിക്കുമ്പം എന്ത് ഗൗരവമാണെങ്കിലും എനിക്ക് എൻ്റെ മകനാ വലുത്, നീ ആദ്യം മുതലേ രക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അവസാനം നീ അവനെ ചതിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് ഈ പറയണേ, ഞാൻ നന്ദുവിനെ ചതിക്കുമെന്നോ, അല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ, ഇതിപ്പോൾ സിദ്ധുവിൻ്റെയും ഹരിയേട്ടൻ്റെയും കൂടെ തന്നെ നിന്ന് നന്ദുവിനെ ജയിലിലേക്ക് വിടാനല്ലേ നീ നോക്കണേന്ന് പറയുമ്പോൾ അതെൻ്റെ തീരുമാനമല്ലല്ലോ അമ്മേ, ഹരിയങ്കളും അച്ഛനും ചേർന്നല്ലേ ഇങ്ങനെ തീരുമാനിച്ചത്, പിന്നെ ഗിരീഷേട്ടനും പറഞ്ഞത് നമ്മളുടെ ഈ നീക്കം തന്നെയാണ് നല്ലതെന്നാൽ കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ നിനക്കതൊക്കെ പറയാം, നിനക്ക് നന്ദൻ ജയിലിൽ പോയാലൊന്നും വിഷമം ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ മകൻ ജയിലിൽ പോണത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് തടയാൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇനി നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നെ ഹരിയങ്ങൾ അരുന്ധതി മേഡത്തെ ചെന്ന് കണ്ട് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മൾ നന്ദുവിനെ സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിലും മേഡം കേസ് കൊടുത്ത് പോലീസ് നന്ദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അതിലും നല്ലത് നമ്മൾ തന്നെ സ്റ്റേഷനിൽ ഹാജരാക്കണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രഭാവതിയാണ്
ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ ഹരിയേട്ടനോട് പറഞ്ഞതാ നന്ദനെ രക്ഷിക്കുന്നു. അപ്പോൾ ഹരിയേട്ടൻ കേട്ടില്ല. എന്നിട്ട് ഇപ്പം എൻ്റെ മകനെ ജയിലിലേക്ക് വിടാൻ പോവാന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഹരിയങ്കളിന് ഇപ്പോഴും നന്ദുവിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടമ്മേ. അരുന്ധതി മേഡത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ടെന്ന് ഹരിയങ്കൾ പറയണേ. എന്തായാലും നമ്മൾക്ക് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ദേവികയുടെ ഫോണിലോട്ട് കോൾ വരുന്നത്. കോൾ എടുത്ത് നോക്കിയതും അരുന്ധതിയാണെന്ന് കണ്ടിട്ട് ദേവികയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ അരുന്ധതി മേഡ വിളിക്കണേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അരുന്ധതി എന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കണേ? ഇനിയിപ്പോൾ സത്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മളെ വഴക്ക് പറയാൻ വിളിക്കണേയിരിക്കും എന്ന് പറയുമ്പോൾ, എന്തായാലും മോൾ ഫോൺ എടുക്കുക, എന്താ പറയണേന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ദേവിക ഫോൺ എടുത്തിട്ട് എന്താ മേഡം എന്ന് ചോദിച്ചതോ, ദേവിക എവിടെയാ, എനിക്ക് ദേവികയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, ഞങ്ങളിന്ന് നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ദേവിക ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നന്ദനെ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കരുതെന്ന്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് ഈ പറയണേ, മേഡത്തിൻ്റെ മകനെ കൊന്നയാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കരുതെന്ന് പറയണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല മോളെ, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഋഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഋഷി ജീവനോടെ ഉണ്ടെന്ന്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, മേഡത്തിന് എന്താ പറ്റിയ, ഋഷി മരിച്ചെന്ന് അറിഞ്ഞിട്ട് മേഡത്തിൻ്റെ സമനില തെറ്റുമെന്ന് ചോദിക്കുമ്പം, എൻ്റെ മനസ്സിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ പറയണത് സത്യ, മോളിത് വിശ്വസിക്കണം, ഋഷി എൻ്റെ വീട്ടിലുണ്ടെന്ന്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട്, പിന്നെ ഋഷിയെ നന്ദു കൊന്നെന്ന് പറയണതോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഇസബല്ലയും കെവിനും ഋഷിയും ചേർന്ന് നന്ദനെ ചതിച്ചതാ. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ഇതെന്തൊക്കെയാണ് മേഡം പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഋഷിക്ക് ചന്ദ്രോത്തുള്ളവരോട് ശത്രുതയുണ്ടല്ലോ, അത് മുതലെടുക്കാൻ വേണ്ടി കെവിനും ഇസബല്ലയും കൂടി ചേർന്ന് ഋഷിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. സത്യത്തിൽ അന്ന് നന്ദൻ ഋഷിയെ കൊന്നിട്ടുണ്ടായിരുന്നില്ല, ഋഷി ഇപ്പോഴും എൻ്റെ വീട്ടിൽ സുരക്ഷിതനായിട്ടുണ്ടെന്ന്. അത് കേട്ടതും ദേവികയാണെങ്കിൽ, മേഡം പറയണത് സത്യമാണോ മേഡം എന്ന് ചോദിക്കുമ്പം, അതേ ദേവിക, ഞാൻ പറയണതെല്ലാം സത്യ, ഇനി നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നമാവും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സത്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ച്. ഈ കാര്യം ഋഷി അറിഞ്ഞിട്ടില്ല, തൽക്കാലം നിങ്ങളിത് വേറെ ആരോടും പറയണ്ടാന്ന്. അങ്ങനെ ദേവിക ശരി മേഡം പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മയെ നമ്മൾ രക്ഷപ്പെട്ടു, നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് മോളെ ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, വേറെ ഒന്നുമല്ല അമ്മേ, ഋഷി മരിച്ചിട്ടില്ല, ഇസബല്ലയും കെവിനും ഋഷിയും ചേർന്ന് നന്ദുവിനെ ചതിച്ചതാണ്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. വീണ്ടും ദേവിക പറയുന്നുണ്ട്, അരുന്ധതി മേഡം പറഞ്ഞു ഋഷി അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലുണ്ടെന്ന്. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് പ്രഭാവതി ദേവികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഈ സന്തോഷ വാർത്ത നന്ദുവിനെ ഒന്ന് അറിയിക്കട്ടെ, നന്ദു ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞ് ദേവിക വേഗം തന്നെ നന്ദൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നതും നന്ദു രക്ഷപ്പെട്ടു നന്ദു എന്ന് പറയുമ്പം, എന്താ ദേവി എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, നന്ദു ഋഷിയെ കൊന്നു എന്നും പറഞ്ഞല്ലേ ഇരിക്കണേ, ഋഷി മരിച്ചിട്ടില്ല, ഋഷി അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, ദേവി നീ എന്തൊക്കെയാണ് ഈ പറയണേ, ഋഷീനെ ഞാനല്ലേ കൊന്നേന്ന് ചോദിക്കുമ്പം, അത് കെവിനും ഇസബല്ലയും ഋഷിയും കൂടെ ചേർന്ന് നന്ദുവിനെ ചതിച്ചതാ. സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ദേവി വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറയില്ലേ, എൻ്റെ കൈകൊണ്ടല്ലേ ഋഷി മരിച്ചതെന്ന് പറയുമ്പം, അതൊക്കെ നന്ദനെ പറ്റിക്കാൻ വേണ്ടി അവർ പറഞ്ഞതാ, എന്തായാലും ഋഷി മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെയുണ്ട്, ഇനി നന്ദു ഒന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞതും നന്ദനാണെങ്കിൽ ദേവിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവി ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനി ദേവി എന്നെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകരുത്, ദേവി ഇല്ലാതെ എനിക്ക് പറ്റില്ല, ദേവി ഇവിടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ ദേവികയാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി ദേവികയും നന്ദനും പ്രഭാവതിയും ഹരിയങ്കളും എല്ലാവരും ചേർന്ന് ഇസബല്ലയ്ക്കും കെവിനും നല്ല 8ന്റെ പണി തന്നെ കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.